എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസർ നെയിം, അതുപോലെ പാസ്വേഡ്, അതുപോലെ ഡിസ്ട്രിക്ട് എന്നിവ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചത് അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്താണ്, അതുപോലെ തന്നെ പാസ്വേഡ് നൽകുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കും. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു റിസൾട്ട്, അതായത് നിങ്ങളുടെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. വ്യൂ അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെ ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ വ്യൂ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂ റാങ്ക് ലിസ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റാങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും അതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യണം, ഒരു നിർബന്ധവുമില്ല. മെയ് 31 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ഇതിനായിട്ട് അവസരമുണ്ട്. അപ്പോൾ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏതൊക്കെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യണം, അതുപോലെ എന്തൊക്കെയാണ് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം മാത്രം എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു തവണ നിങ്ങൾ അപേക്ഷ എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അപേക്ഷയിൽ യാതൊരുവിധ കാരണവശാലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ ഓപ്ഷൻ്റെ ക്രമം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ, അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചിന്തിച്ച ശേഷം മാത്രം എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പോയിട്ട് എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട യാതൊരുവിധ നിർബന്ധവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്താൽ മതി. അത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യം ഒന്നും തന്നെയല്ല. നിങ്ങൾ നൽകിയുള്ള ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ചെക്ക് ചെയ്ത് ഏതെങ്കിലും വിവരങ്ങൾ തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം മാത്രം അപേക്ഷ എഡിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് എഡിറ്റ് ചെയ്യാതെ നാളത്തേക്ക്, അതായത് എഡിറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.